ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സ്റ്റോറിനെ കുറിച്ചാണ്. നമ്മൾ സ്കൂളുകളിലും അതുപോലെ കോളേജിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് നമ്മളുടെ ബുക്സ്, അതായത് നമുക്ക് അന്നത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബുക്കുകൾ, പിന്നെ അതുപോലെ ചെറിയ ചെറിയ നമ്മളുടെ പെന്ന്, പെൻസിൽ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ സ്കൂളിലൊരു സ്റ്റോർ ഉണ്ടായിരുന്നു, കോപ്പറേറ്റീവ് സ്റ്റോർ. അപ്പോൾ ആ കോപ്പറേറ്റീവ് സ്റ്റോറിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ആ കോപ്പറേറ്റീവ് സ്റ്റോർ എന്താണെന്നും അതുമായിട്ട് റിലേറ്റ് ചെയ്ത വളരെ ബേസിക്കായിട്ട് നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് കോപ്പറേറ്റീവ് സ്റ്റോറിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തും വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റുഡൻറ്റ് കോപ്പറേറ്റീവ്സ് ആർ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് സ്റ്റുഡൻറ്റ് കോപ്പറേറ്റീവ്സ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എവിടെയാണെന്നാണ്? പോളണ്ടിലാണ് സ്റ്റുഡൻറ്റ് കോപ്പറേറ്റീവ്സ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സ്റ്റുഡൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എ ക്ലാസ് മെമ്പർഷിപ്പ് ആർക്കാണെന്നാണ്? എ ക്ലാസ് മെമ്പർഷിപ്പ് ഓഫ് സ്റ്റുഡൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി കിട്ടുന്നത് ടീച്ചേഴ്സിനും അതുപോലെ തന്നെ സ്കൂളോ കോളേജോ ഏതാണെങ്കിലും അതിലെ സ്റ്റാഫിനുമാണ്. അപ്പോൾ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫിനാണ് എ ക്ലാസ് മെമ്പർഷിപ്പ്, സ്റ്റുഡൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എ ക്ലാസ് മെമ്പർഷിപ്പ് കിട്ടുന്നത്. പിന്നീട് ഡാഷ് ഈസ് എ പ്രസിഡൻറ്റ് എക്സ് ഒഫീഷ്യോ ഓഫ് സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റി. സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റീനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എക്സ് ഒഫീഷ്യോ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഹെഡ് മാസ്റ്റർ ആണ്. ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പളാണ് സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത്. പിന്നീട് ബി ക്ലാസ് മെമ്പർഷിപ്പ് ഓഫ് സ്റ്റുഡൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് സ്റ്റുഡൻസിനാണ്. സ്റ്റുഡൻസിന് കിട്ടുന്ന മെമ്പർഷിപ്പാണ് ബി ക്ലാസ് മെമ്പർഷിപ്പ്. എ ക്ലാസ് മെമ്പർഷിപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു ടീച്ചേഴ്സിനും അതുപോലെ സ്റ്റാഫിനുമാണ് കിട്ടുക. പിന്നീട് സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഹാവ് ഡാഷ് സെക്രട്ടറി, ഒരു ഓണററി സെക്രട്ടറി ആണ് സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കുള്ളത്. സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത് ഓണററി സെക്രട്ടറി ആയിരിക്കും. പിന്നീട് ഇൻ ഡാഷ് സൊസൈറ്റി എ പേഴ്സൺ ബിലോ ദ ഏജ് ഓഫ് 18 ഷാൾ ഗോട്ട് മെമ്പർഷിപ്പ്. നമ്മൾ മെമ്പർഷിപ്പ് പഠിച്ചപ്പോൾ പ്രത്യേകം പറഞ്ഞതാണ് മെമ്പർഷിപ്പ് എന്താണ് കിട്ടണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 18 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതെന്നുള്ള ഒരു എക്സംഷനാണ് ഈ സ്കൂൾ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇവിടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 18 വയസ്സിന് താഴെയുള്ള ആളുകൾക്കും മെമ്പർഷിപ്പ് കിട്ടുന്ന ഒരു സൊസൈറ്റിയാണ് സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. കാരണം സ്റ്റുഡൻസ് ആണ് അവിടുത്തെ മെമ്പേഴ്സ്. ബി ക്ലാസ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഈ സൊസൈറ്റി ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള ആളുകൾക്കും കിട്ടുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, in that society, associate member can be admitted as general body and managing committee. സ്റ്റുഡൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ അസോസിയേറ്റ് മെമ്പർക്ക് ജനറൽ ബോഡിയിലും മാനേജിങ് കമ്മിറ്റിയിലും ഭാഗമാകാൻ പറ്റുന്ന ഒരു സൊസൈറ്റിയാണ് സ്റ്റുഡൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അസോസിയേറ്റഡ് മെമ്പർ ക്യാൻ ബി അഡ്മിറ്റഡ് ആസ് ജനറൽ ബോഡി ആൻഡ് മാനേജിങ് കമ്മിറ്റി. ഇനി രജിസ്ട്രേഷൻ ഫീ എന്ന് പറയുന്നത് സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റീനെ സംബന്ധിച്ചിടത്തോളം 100 രൂപയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ ഫീ എന്ന് പറയുന്നത്. 100 രൂപ രജിസ്ട്രേഷൻ ഫീ ആണ് സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഉള്ളത്. അപ്പോൾ ബൈലോ അമെൻമെൻറ്റിന് 50 രൂപയാണ് ഫീസ് പറയുന്നത്. അപ്പോൾ 100 രൂപ രജിസ്ട്രേഷൻ ഫീസും ബൈലോ അമെൻമെൻറ്റിൻ്റെ ഫീ ഇതിൻ്റെ ഒപ്പം പഠിക്കേണ്ടതാണ്. ബൈലോ അമെൻമെൻറ്റിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 50 രൂപയാണ് സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ബൈലോ അമെൻമെൻറ്റിന് വരുന്ന ഫീസ് എന്ന് പറയുന്നത്. പിന്നീട് ഇലക്ഷൻ ഫീയും ഓഡിറ്റ് ഫീയും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഇലക്ഷൻ ഓഡിറ്റ് അങ്ങനെയുള്ള ഫീസൊക്കെ സ്കൂൾ കോളേജ് സൊസൈറ്റിയിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. അല്ലെങ്കിൽ സ്കൂൾ കോളേജ് സൊസൈറ്റിക്ക് ഇലക്ഷൻ ഫീയും ഓഡിറ്റ് ഫീയും അതുപോലെ തന്നെ മറ്റ് ആർബിട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട എക്സിക്യൂഷൻ ഫീ ഒന്നും ഈ സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വരുന്നില്ല. അപ്പോൾ ആ ഇലക്ഷൻ ഫീ, ഓഡിറ്റ് ഫീ, അതുപോലെ തന്നെ ആർബിട്രേഷൻ ഫീ, എക്സിക്യൂഷൻ ഫീ, ഇതൊക്കെ സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എക്സംപ്റ്റഡ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റീനെ കുറിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള മുൻവർഷങ്ങളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. നമ്മളൊരു കോപ്പറേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടതാണ് നമ്മുടെ ടൈപ്പ് ഓഫ് സൊസൈറ്റീസും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സഹകരണ സ്ഥാപനങ്ങൾ, അതിൻ്റെ ഫങ്ഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളുടെ JCI എക്സാം ഒക്കെ വരികയാണ്. അപ്പോൾ JCI എക്സാം ഏകദേശം നമുക്ക് എന്താണ് സെപ്റ്റംബർ ടു നവംബർ
ഇടയിൽ JCA എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. സിലബസ് ഇതുവരെ വന്നിട്ടില്ല, പക്ഷെ നമ്മൾ പ്രീവിയസ് സിലബസ് നമ്മുടെ കയ്യിലുണ്ട്. അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ക്ലാസ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കുറഞ്ഞ സമയം കൊണ്ട് ഈ ഒരു JCA എക്സാമിന് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കൈവരിക്കാം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രീതിക്കാണ് നമ്മൾ നമ്മുടെ കോഴ്സ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ബോട്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. JCA എക്സാം ഇത്തവണ CCയോടൊപ്പം നേടാം. താങ്ക്